رمضان رمضان ليتك دوما قريب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാമിക ചരിത്രത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മുത്തബിഉ സുന്ന എന്നറിയപ്പെട്ട സ്വഹാബിവര്യനാണ്. പ്രവാചകനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിയ സ്വഹാബിവര്യൻ. റസൂലുള്ളാഹിയുടെ ഒരു ഹദീസ് ഉണ്ട്. പ്രിയപ്പെട്ട ഒരു ഹദീസ് ഇങ്ങനെയാണ്: മൻ തബിഅ ജനാസ, ആരെങ്കിലും ഒരു ജനാസയെ പിന്തുടർന്നു, ഹത്താ യുസല്ലി അലൈഹ, ആ ജനാസയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നതുവരെ അവൻ്റെ പ്രതിഫലം റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഒരു ഖീറാത്താണ് അവനുള്ള പ്രതിഫലം. എന്താണ് ഖീറാത്ത്? റസൂലുള്ള തന്നെ പഠിപ്പിച്ചു. മിസ്ലു ഉഹദ്, ഉഹദ് മലയോളം വരും. പ്രിയപ്പെട്ടവരെ, ഉഹദ് കണ്ടവർക്കറിയാം ഉഹദിൻ്റെ വലുപ്പം. ഉഹദ് കയറിയവർക്കറിയാം ഉഹദിൻ്റെ ദൂരം എത്രയാണ് എന്ന്. അത്രയും പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ള പഠിപ്പിച്ചൊരു കാര്യമാണ് ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളത്. അവിടെ പ്രവാചകൻ നിർത്തിയില്ല. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് എന്താ? ആ നമസ്കാരത്തിന് ശേഷവും ആ മയ്യത്തിനെ പിന്തുടർന്ന് ആ മയ്യത്തിൻ്റെ ദഫന് ചെയ്യുന്നതുവരെ, അല്ലേ, മറമാടുന്നത് വരെ നിന്നാൽ അവന് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട്. 2 ഖിറാത്ത് എന്ന് പറയുമ്പോൾ 2 ഉഹദ് മലയോളം പ്രതിഫലം. എത്ര മനോഹരമാണ് ഇസ്ലാമിക ദീനിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും. അല്ലാഹ് വാരിക്കോരി പ്രതിഫലം തരികയാണ് പ്രിയപ്പെട്ടവരെ. ഇതൊന്നും പഴഞ്ചൊല്ലുകളോ മുത്തശ്ശി കഥകളോ കടങ്കഥകളോ ഒന്നും അല്ലല്ലോ, അള്ളാഹുവിൻ്റെ വഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനാമൃതങ്ങളിലൂടെ മാനവരാശിക്ക് കൈമാറിയ അത്രയും നല്ല ഇൽമുകളാണ്, അറിവുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇതിൻ്റെ ഗൗരവം എത്രയെന്നറിയോ? 2 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്ന വിഷയം ആർക്കറിയില്ല? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അറിയില്ല. നമസ്കരിക്കണമെന്നറിയാം, അതിൻ്റെ പ്രതിഫലമൊക്കെ അറിയാം. ഈ 2 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്ന വിഷയം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ അറിയില്ല. അങ്ങനെ സ്വഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആയിഷാ ബീവിയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെയൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മാനസികാവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. എത്ര ഖറാറീത്തുകളാണ്, എത്ര ഖീറാത്തുകളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന നമ്മുടെ മുൻഗാമികൾ. എത്ര ജനാസകൾ ആ മയ്യത്ത് കണ്ടുപോരുക എന്ന നടപടിക്രമത്തിൽ മാത്രം നമ്മൾ പ്രിയപ്പെട്ടവരെ നാമൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ച് ആ ഖബറിൻ്റെ അരികിൽ പോയി ആ ദഫന കർമ്മം നിർവഹിക്കുന്നത് വരെ നിന്നാൽ നമുക്കാണ് പ്രതിഫലം കിട്ടുന്നത്. ആ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ സങ്കടപ്പെട്ടിരുന്നു, അവർക്കത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവർ പോയ അതേ സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ പോകാനുള്ളത്. പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.